രാവിലെ തന്നെ കുഞ്ഞിനെ എഴുന്നേറ്റ് കുളിച്ചത് പ്രാർത്ഥനയിലൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇന്ന് ഋതുട്ടിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ആദ്യമായിട്ട്. പല്ല് വെച്ചില്ല തേങ്ങ രാവിലെ എഴുന്നേറ്റിട്ട് തിരിഞ്ഞു കിടന്ന് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ കൈ ചപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കൈ ചപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഋതുട്ടോ ഋതുവേ അമ്മയ്ക്ക് സമയം പോയി എന്ന് പറഞ്ഞാൽ അമ്മ വെപ്രാളം പിടിച്ചൊക്കെ ആയിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അമ്മ ശാലുവിൻ്റെ അടുത്ത് പോവാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അവളുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇന്നാണ് കേട്ടോ അമ്മ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെ പിന്നെ അമ്മ പെട്ടെന്ന് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇന്ന് ചുരിദാറിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇതാ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. അമ്മയ്ക്കെല്ലാം കൂടെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പം ഈ വേദനയും വെച്ചുകൊണ്ടാട്ടോ പോകുന്നത്. ഇന്നലെ ഇരുന്ന് പറയായിരുന്നു എനിക്ക് കൈക്ക് നല്ല വേദന, ഞാൻ എങ്ങനെ പോകുമെന്നൊക്കെ. പിന്നെ കൂടെ വേറെ പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മ തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ അമ്മ ട്രെയിനകത്താട്ടോ പോകുന്നത്. അതുകൊണ്ട് ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതാ അമ്മ പോയതിന് ശേഷം എനിക്ക് കുറച്ചധികം പണിയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. ഒരു സാധനവും ഞാൻ കൊണ്ടുപോകാനുള്ളത് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ എൻ്റെ ടോപ്പൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ്റെ ഷർട്ട് ഷേപ്പ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കാണ് കേട്ടോ കറണ്ട് പോയത്. അതിൻ്റെയാണ് ഈ മുഖത്ത് കാണുന്നത്. നീ എൻ്റെ തന്നാലും ചെയ്തില്ല, നിൻ്റെ എല്ലാം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി കറണ്ട് വരുമ്പം അതൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പതുക്കെയാണ് കഴിച്ചത്. കാരണം എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് രാവിലെയുള്ള കഴിപ്പൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും വെക്കേണ്ട വന്നില്ല. അങ്ങനെ ഉപ്പുമാവും പിന്നെ ഫ്ലാസ്കിനകത്ത് കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഋതുട്ടൻ കിടന്ന് നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നത്. ഉപ്പുമാവും പഴമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. നല്ല ചൂട് കാപ്പിയായിരുന്നു എടുത്ത് ഞാൻ അണ്ണാക്കിലൊഴിച്ചിൻ്റെ അണ്ണാക്ക് വെന്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഋതുവിനെ ഒന്ന് കുളിപ്പിക്കണം. പിന്നെ എനിക്കൊന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ. പിന്നെ അതിന് മുന്നേ എൻ്റെ കെട്ടിയവൻ്റെ ഷർട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻ. കറക്റ്റ് ആണോ? അങ്ങോട്ട് നോക്കാം. അത് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു ഞങ്ങൾക്കല്ലേ. പഴയൊരു ഷർട്ടിൻ്റെ അളവിലാട്ടോ ഞാൻ അതിന് അളവെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ടൈറ്റാണ്, ഇച്ചിരി ലൂസാക്കി കൊടുക്കണം ഇനി. പിന്നെ പെട്ടെന്ന് ഞാൻ പോയി കുളിച്ചിട്ട് ഒന്ന് മോളെ ഒന്ന് ഒരുക്കുന്നുണ്ട്. ആദ്യമായിട്ട് മോള് പോവുകയല്ലേ വീട്ടിലോട്ട്, അതുകൊണ്ട് ഒന്ന് ഒരുക്കിയൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഡയപ്പർ തീർന്നിരിക്കുകയായിരുന്നു. കുറച്ച് എന്നിട്ട് നമുക്ക് വാങ്ങിക്കണം. ഇപ്പോൾ തീർന്നത് കൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ എന്തായാലും ഡയപ്പർ ആവശ്യമുണ്ട്. തുണി വെക്കാനൊന്നും പറ്റത്തില്ല അവിടെ പോകുമ്പോൾ. അതുകൊണ്ട് കുറച്ച് ഡയപ്പർ ഞങ്ങൾ പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനാണെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഇതാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഫുഡ് വന്നു. എന്നാൽ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു. എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കേട്ടോ. ഭാഗ്യത്തിന് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ഇട്ടാട്ടോ കഴിച്ചത്. പിന്നെ ഇതാ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ പെട്ടി പാക്ക് ചെയ്യാനുള്ള ഒരുക്കങ്ങളായിരുന്നു. മോളുടെ ഡ്രസ്സ് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇനി എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴോ അതുമല്ല വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുഞ്ഞിന് ഡ്രസ്സ് പെട്ടെന്ന് അഴുക്കാവുമല്ലോ. മഴയൊക്കെ ആണെങ്കിൽ നല്ല പാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഡ്രസ്സും പോയിട്ട് ഇനി എന്നാ വരുന്നതൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചധികം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മോളോട്ട് ആദ്യമായിട്ടാണല്ലോ അങ്ങോട്ട് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തൊക്കെയാണ് അവൾക്ക് എടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ പിന്നെ കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുങ്ങി ഇറങ്ങാമെന്ന് കരുതി.
മാറ്റി. ഇല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ആകെ കുളമായിട്ട് കിടക്കും കേട്ടോ. അതുകൊണ്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, എല്ലായിടും തൂത്തുവാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് തന്നെ. പിന്നെ കുഞ്ഞൻ ഞാൻ ഒരുങ്ങുന്ന സമയം കൊണ്ട് ഇതാ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലാക്കുന്നുണ്ട്. ഞങ്ങളൊരു 4 മണിക്ക് ഇറങ്ങണമെന്നാട്ടോ കരുതിയത്. 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു 5 മണി അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന്. 5:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ആക്കി പിന്നെ ഒരു 6:30 ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് തന്നെ. മോളിന്ന് എന്നത്തേക്കാളും വല്ലാത്ത നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളെ എടുത്തില്ലെങ്കിൽ അവൾ കരഞ്ഞിട്ടേ ഇരിക്കും. അങ്ങനെ ഫീഡ് ചെയ്ത് അങ്ങനെ കരച്ചിൽ മാറ്റിയിരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് തന്നെ. പിന്നെ നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെയും കൂടെ കാണാനുണ്ട് കേട്ടോ. നാണമാണോ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? വീഡിയോ മോളെ കൊണ്ടുവരാൻ മോള് ക്ലാസ്സിന് പോയി. ഭയങ്കര ആഗ്രഹം കാണണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പർ ഇതാണ് കേട്ടോ. കരുനാഗപ്പള്ളിയിലാണ് ആളുടെ വീട്. അപ്പോൾ നമ്മൾ കായംകുളത്ത് പോകുന്ന വഴിക്ക് ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഗിഫ്റ്റ് കയ്യോടെ നമുക്ക് കൊടുക്കാനും പറ്റി. അത് ഞാൻ അയച്ചു ക്കുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷം എനിക്ക് തോന്നിയത് ആളുടെ കയ്യിൽ കൊടുത്തപ്പോഴാട്ടോ. ആളെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. റിതൂട്ടൻ കൊടുക്കുന്നൊരു ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ വിന്നർ ഈ ഒരു താത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആളുടെ കയ്യിൽ ആ ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ. അതേപോലെ ആളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രാത്രി ആയിട്ടോ അങ്ങ് ചെന്നപ്പം തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെ തിരിക്കേണ്ടി വന്നു. പിന്നെ താത്തിയുടെ മോനുമായിട്ടോ വന്നത്. മോനാണെങ്കിൽ നാണിച്ച് മാറി നിൽക്കായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് സംസാരിക്കാനും പറ്റിയില്ല. പിന്നെ മോളുടെ അടുത്തായിരുന്നു ഞാൻ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ കായംകുളത്ത് വന്നു. അത് കഴിഞ്ഞ് കുഞ്ഞൻ പിന്നെ ഫുഡ് വാങ്ങിക്കാൻ ഇറങ്ങി. ഇപ്പൊ ശരിയായോ? അടിയോട് അടിയായിരുന്നല്ലോ. വിശന്നാ പിന്നെ എനിക്ക് ഭ്രാന്ത് വന്നു. എനിക്ക് പിന്നെ കണ്ണ് കാണത്തില്ല. ഇച്ചിരി കുടിച്ചപ്പോഴേ ആള് പിന്നെ ഇത് ചിരിക്കാനൊക്കെ തുടങ്ങി. കായംകുളത്ത് എത്താറായപ്പോഴത്തേക്ക് മോള് ഉണർന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നെയാണെങ്കിൽ അടിയോട് അടിയായിരുന്നു പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് പാല് കുടിക്കാനോ ഇല്ലെങ്കിൽ ഉറക്കം വരുന്നാലോ വിശക്കുമ്പോഴോ എനിക്കറിയത്തില്ല, സർവത്ര സമയത്തും അവൾ എന്നെ അടിക്കാറുണ്ട് കേട്ടോ, ഇതെല്ലാം തോന്നുന്ന സമയത്ത്. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞ് ഫുഡ് വാങ്ങിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ അവൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വന്നപ്പോഴേ അച്ഛൻ മോളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അച്ഛനും മോളും കൂടെ ഭയങ്കര കാര്യം പറച്ചിലും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് നേരിട്ട് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സൗണ്ടും ബഹളവും കേട്ടതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെയും കാണിക്കാൻ പറ്റാഞ്ഞത്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ വന്ന പാടെ മോളെ കിടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെറ്റ് ബെഡ് ഞാനിങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൊതുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ ഞങ്ങൾ റൂമിൽ കിടക്കുമ്പോൾ ഭയങ്കര കൊതുവായിരുന്നു കേട്ടോ. അതുകൊണ്ട് മോളെ കട്ടിലല്ലേ കിടത്തുന്നത്. അതുകൊണ്ട് ഞാൻ നെറ്റ് ബെഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടിലെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു വലിയ തൊട്ടിലായതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തുകൊണ്ട് വരാനും പോകാനൊക്കെ ഭയങ്കര പാടാണ്. ഇന്ന് ബെഡിലാണ് കിടത്തുന്നത്. എന്താകുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛനും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. പിന്നെ അച്ഛനും കുഞ്ഞിനും കൂടെ ആദ്യം തന്നെ കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നത് ഈ ഒരു ഉള്ളിവട മേടിക്കട്ടോ. ഇതിൻ്റെ കഥ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫ് ഫ്രൈ ആയിട്ടും അടിപൊളി. ഇഷ്ടപ്പെട്ടു. പക്ഷേ നേരത്തെ ആ ഒരു ടേസ്റ്റ് ആണോ ടേസ്റ്റ് ഓർമ്മയില്ലല്ലോ. മറ്റേ ഇതൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടല്ലേ. എനിക്ക് നാളെ കൂട്ടി കഴിക്കാത്തോണ്ടായിരിക്കും. മാന്തി കീറി അടി മാന്തൊക്കെ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയും അനിയത്തിയൊക്കെ വന്നപ്പം തന്നെ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛമ്മയും കൊച്ചുമോളും തമ്മിൽ ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു 2 മണി വരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത പുതിയ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, സീ യു.